സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തനൂജ മേരി തോമസിനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ചന്ദ്രമതി ആൻറ്റി. അതുകൊണ്ട് ആൻറ്റിയെ വേദനിപ്പിക്കുന്നവർ ആരാണെങ്കിലും അവരോട് ഞാൻ ശക്തമായി തിരിച്ചടിക്കും. അതിപ്പോൾ ഏത് മന്ത്രി ആയാലും ശരി. തനുജയുടെ ആ സംസാരം കേട്ടതും മേരി തോമസ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അതിനുശേഷം തനുജ ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പം ഒന്നും കേൾക്കണില്ല. പിന്നീട് തനുജ ഫോൺ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഫോൺ വാങ്ങിയതിന് ശേഷം ചന്ദ്രമതി തനുജയോട് പറയുന്നുണ്ട്, മോളെ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു അമ്മയുടെ സ്ഥാനം തന്നു. അതുകൂടാതെ ഒരു മന്ത്രിയോട് എനിക്ക് വേണ്ടി നേർക്ക് നേരെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ത്യാഗരാജനെ കാണാതായതോടുകൂടി ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയിരുന്നു. എനിക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് മോളെ എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായി. നന്ദി മോളെ എന്ന് തനുജയോട് ചന്ദ്രമതി പറയുമ്പോൾ ചന്ദ്രമതിയോട് തനുജ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ആൻറ്റി. ആൻറ്റിയെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. ഈ വീട് എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ കരുതിയേക്കണേ. പിന്നെ ബലരാമൻ അങ്കിളിനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടേക്കണേ. അന്ന് ആൻറ്റീനെയും സാറിനെയും ആദ്യമായി കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നിങ്ങളോടൊരു പ്രത്യേകം അടുപ്പം തോന്നിയതാണ്. ആ അടുപ്പം ഓരോ ദിവസം കഴിയുന്തോറും കൂടിയാണ് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് എസ്തപ്പാനെയാണ്. എസ്തപ്പാൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ചേട്ടാ എന്നുള്ള വിളി കേട്ട് എസ്തപ്പാൻ എണീക്കുന്നുണ്ട്. അപ്പോൾ ത്യാഗരാജനെ കെട്ടിയിട്ടേക്കാണല്ലോ. ത്യാഗരാജൻ്റെ മുഖമൊക്കെ ആകെ പൊട്ടി ചോരയൊക്കെ ഒലിച്ച് ആകെ അവശതയായിട്ടാണ് കേട്ടോ ത്യാഗരാജൻ ഇരിക്കണത്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ഒന്ന് അഴിച്ചു വിടുക, എനിക്ക് തീരെ വയ്യാന്ന് പറയുമ്പം നീ കിടന്നുറങ്ങാനും സമ്മതിക്കൂലേടാ എന്നും പറഞ്ഞിട്ട് എസ്തപ്പാൻ ഗുണ്ടകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ വടി ഇങ്ങോട്ട് എടുത്തേന്ന് പറയും. എന്നിട്ട് ആ വടി ഗുണ്ടകൾ കൊടുക്കുമ്പം എസ്തപ്പാൻ ത്യാഗരാജൻ്റെ തലക്കിട്ട് അത് വെച്ച് അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ട് പ്രഭാവതി വരുന്നുണ്ട് കേട്ടോ. കൂടെ ഭാർഗവിയും ഉണ്ട്. എന്നിട്ട് ത്യാഗരാജൻ പ്രഭാവതിയെ കണ്ടതും പറയുന്നുണ്ട്, മേഡം ഞാൻ പാവ, എന്നെ ഒന്ന് വെറുതെ വിടാൻ ഇവരോട് പറ, ഞാൻ ആകെ അവശതയാണ്, എൻ്റെ ഈ കൈ ഒടിഞ്ഞു എന്നാണ് തോന്നണേ, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ ഇനി ആരെയും ദ്രോഹിക്കില്ല, എന്നെ അഴിച്ചു വിടാൻ പറ, ഞാൻ പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് ത്യാഗരാജൻ പ്രഭാവതിയോട് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, നീ കുറച്ച് അനുഭവിക്കുക, നീ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ തന്നെ ദേവികമോളുടെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, നിൻ്റെ കാർ ആരാ അവിടെ കൊണ്ടുവന്നിട്ടേന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാനൊന്നും അല്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഇവൻ്റെ കാർ എങ്ങനെയാണ് ദേവികയുടെ വീടിൻ്റെ അടുത്ത് എത്തിയെന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, അവിടെ വച്ച് വണ്ടി കേടായിപ്പോയി മേഡം, അപ്പോൾ എനിക്കത് ദേവികമോളുടെ വീടാണെന്നൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. അത് കേട്ടിട്ട് ത്യാഗരാജൻ പറയുന്നുണ്ട്, കേട്ടില്ലേ മേഡം, ഇവന്മാർ ചെയ്ത മണ്ടത്തരത്തിന് എന്നെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം, ഇനി ഞാനൊരു ശല്യത്തിനും വരില്ല, മേഡം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാമെന്ന് പറയുമ്പോൾ പ്രഭാവതി ഭയങ്കര ഗൗരവത്തോടു കൂടി തന്നെ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയുന്നുണ്ട്. പിന്നീട് പ്രഭാവതി എസ്തപ്പാനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട്, ഫോൺ ഞങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക, അന്ന് അത് എടുത്തു കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ വേഗം തന്നെ എസ്തപ്പാൻ ഫോൺ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ ത്യാഗരാജൻ്റെ കൊടുക്കുമ്പോൾ ത്യാഗരാജൻ എന്തിനാ മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രഭാവതി പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടറിനെ വിളിക്കണം. അത് വേണോ മേഡം എന്ന് ചോദിക്കുമ്പം പ്രഭാവതി അത് വേണം, നീ ഇപ്പം തന്നെ വിളിക്കണം, നീ വിളിച്ചിട്ട് എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പറയണ്ടേന്ന്. അപ്പം എസ്തപ്പാൻ പറയുന്നുണ്ട്, മേഡം അത് വേണോ, ഇവൻ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും വിളിച്ച് കൂവിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി ത്യാഗരാജൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവൻ നമ്മളെക്കുറിച്ച് ഒന്നും പറയില്ല, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, അഥവാ ഇവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ നമ്മൾ ജീവനോടെ പച്ചയ്ക്ക് തന്നെ കത്തിക്കും. അപ്പോൾ ത്യാഗരാജൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നിന്നെ കാണാനില്ല എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയ ദേവികയുടെ അച്ഛൻ മാധവനെ വിട്ടയക്കാൻ നീ പറയണം എന്ന് പറയുമ്പം അത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എസ്തപ്പാൻ പറയടാ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇപ്പോൾ അടിക്കുമെന്നും പറഞ്ഞ് വടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാൻ പറയാം, ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഞാനൊരു യാത്ര പോയിരിക്കുക തൃച്ചിക്കെന്ന് നീ പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നീ പറയില്ലേടാന്നും ചോദിച്ച് പ്രഭാവതി ത്യാഗരാജൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ മാധവനും സർക്കിൾ ഇൻസ്പെക്ടറും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്പെക്ടറുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ത്യാഗരാജനാണെന്ന്. ഫോൺ എടുത്തിട്ട് വേഗം തന്നെ ത്യാഗരാജ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ത്യാഗരാജനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കണേ, നിങ്ങൾ ഗുണ്ടകളുടെ താവളത്തിലാണോ, നിങ്ങളെ ആരെങ്കിലും അപകടപ്പെടുത്താൻ നോക്കിയതാണോ, നിങ്ങളെ അപകടപ്പെടുത്താൻ നോക്കിയതിന് ഞാൻ മാധവനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, എന്നെ ആരും അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ഗുണ്ടകളുടെ താവളത്തിലുമല്ല, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് തൃശ്ശി വരെ വന്നതാണ്, എൻ്റെ വണ്ടി അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ട് വേറൊരു വണ്ടിയിലാണ് പോയത്,
അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വണ്ടി ഞാൻ നാളെ അവിടെ നിന്ന് എടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് അറിഞ്ഞത് എന്നെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടെ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ട് സർക്കിൾ ആകെ സ്റ്റക്കായി പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, ഹലോ സാറേ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സർക്കിൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, തന്നെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, അതിന് സാറ് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ സാറേ പോണേ? തൻ്റെ സഹോദരിയുടെ പരാതിയിൽ ഞാൻ മാധവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തുള്ള വീട്ടിലെ ആളല്ലേ മാധവൻ എന്ന് ചോദിക്കുമ്പം സർക്കിൾ പറയുന്നുണ്ട്, അതെ ദേവികയുടെ അച്ഛൻ. അപ്പോൾ ത്യാഗരാജൻ സർക്കിളിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം സർക്കിൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് പുഴുങ്ങി തിന്നാനാണ്. താൻ എൻ്റെ ജോലി കളയിക്കോടോ, ഓരോ മാരണങ്ങൾ കാരണം എനിക്കാണ് പ്രശ്നം വരുന്നത് എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, സാറിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നോ അയാളെ അറസ്റ്റ് ചെയ്യാൻ? കാക്കിയിട്ടെന്ന് കരുതി സാറിന് എന്ത് തോന്നിയ ദിവസം ചെയ്യാനുള്ള ഇതൊന്നുമില്ല. തലയിലെ തൊപ്പി മനുഷ്യരെ സഹായിക്കാനുള്ളതാ, അല്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ളതല്ല എന്നൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട്. അത് കേട്ട് എസ്തപ്പാനും പ്രഭാവതിയും ഭാർഗവിയൊക്കെ നല്ലോണം ചിരിക്കുന്നുണ്ട്. പിന്നീട് ത്യാഗരാജൻ അയാളോട് പറയുന്നുണ്ട്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര നാളം ജീവിച്ചിരിക്കും സാറേ, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മ ചെയ്തുകൂടെ? 10 പേർക്ക് നന്മ ചെയ്താൽ അതിൻ്റെ ഗുണമെങ്കിലും കിട്ടുമെന്ന് പറയുമ്പം സർക്കിളിന് ആകെ അത്ഭുതമാവാണ്ടാണ്ട് സർക്കിൾ ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ത്യാഗരാജൻ തന്നെയാണ്. ആ മാധവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്. ഇനിയിപ്പോൾ എന്നോട് പത്രക്കാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ മലർത്തും, സാർ അതിൽ പെടും. ഇത് കേട്ടതും സർക്കിളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് സർക്കിൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ത്യാഗരാജൻ ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മറുപടി കേൾക്കണില്ല. അതേസമയം പ്രഭാവതിയും ഭാർഗവിയും എസ്തപ്പാനൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സർക്കിൾ വേറെ പോലീസുകാരനോട് പറയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി, എടോ ഇയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്, ഓരോ ദിവസം ഓരോ പണി കിട്ടിക്കോളും, ഓരോ മാരണങ്ങൾ വരുന്നത് ഒരു ത്യാഗരാജൻ എന്നും പറഞ്ഞ് അയാൾ ദേഷ്യത്തോടു കൂടി സർക്കിൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഒരു പോലീസുകാരൻ വന്നിട്ട് മാധവനോട് പറയുന്നുണ്ട്, മാധവേട്ടൻ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മാധവൻ ഒന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പ്രഭാവതിനെയും ത്യാഗരാജനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രഭാവതി ത്യാഗരാജനോട് പറയുന്നുണ്ട്, അപ്പോൾ ത്യാഗരാജന് അനുസരിക്കാനും അറിയാം അല്ലേ എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇനി ചന്ദ്രോത്തുകാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എന്നെ ജീവനോടെ നിങ്ങളൊന്ന് വിട്ടാൽ മതി എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, അതിനി സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് പ്രഭാവതി എസ്തപ്പാനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവിയൊക്കെ ത്യാഗരാജൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജൻ ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭാവതി മേഡം എസ്തപ്പാനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട്, അതെ നിന്നെ തൂക്കിക്കൊല്ലണോ വെടിവെച്ച് കൊല്ലണോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഭാർഗവി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പ്രഭാവതി എസ്തപ്പാനോട് പറയുന്നുണ്ട്, ഇനി ഇവനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാൽ ശരിയാവില്ല, ഇപ്പം തന്നെ അവൻ ആകെ അവശതയാണ്, ഇനി അവൻ ഒരു പ്രശ്നത്തിനും വരില്ല എന്നാണ് പറയണതെന്ന് പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് അവനെ മാറ്റി എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോവാം, കുറച്ച് ദിവസവും കൂടി അവനെ നല്ലോണം അനുഭവിപ്പിച്ചിട്ട് ഇറക്കി വിടാമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട, ഇപ്പം തന്നെ അവൻ ഒരുപാട് നരകിച്ചിട്ടുണ്ട്, അവനക്ക് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ ഇനി അവൻ നമ്മളെ ഉപദ്രവിക്കാനൊന്നും സാധ്യതയില്ല, അവനിപ്പോൾ തന്നെ കാല് പിടിച്ച് പറയുന്നുണ്ടല്ലോ ഇനി ഞാനൊരു ശല്യത്തിനും വരില്ല എന്ന്. അപ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, മേഡം അതൊന്നും വിശ്വസിക്കരുത്, ഇപ്പം അവൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് അവൻ പറയുന്നതാണ്, വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവനോട് ചെയ്തതൊക്കെ അവനും പോലീസിനോട് പറയും, ഇല്ലെങ്കിൽ അവൻ്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മളെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളഞ്ഞേക്കട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട, നമ്മളെ ദ്രോഹിച്ചവർക്ക് നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്താൽ മതി, അല്ലാതെ കൊല്ലൊന്നും വേണ്ട, ഇനി എന്തായാലും അവനെ അഴിച്ചു വിട്ടേക്കാം, ഇനി അവൻ എന്തെങ്കിലും പ്രശ്നത്തിന് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കേട്ടിട്ട് എസ്തപ്പാൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അവൻ്റെ ഒരു കാലും കൈയും തല്ലി ഒടിച്ചിട്ട് വിടാം, അപ്പോൾ അത് ഭേദമായി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും, പിന്നെ അവൻ തല പൊക്കാൻ സാധ്യതയില്ല, ഇനി ഇത് ആരോടും പറയില്ല എന്നുള്ള ഉറപ്പ് വാങ്ങിയിട്ട് നമുക്ക് അവനെ വിടാം എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്നാൽ അത് മതി, എസ്തപ്പാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിക്ക് ചെയ്തോ. പിന്നീട് പറയുന്നുണ്ട്, എന്നെ പഴയ തൻ്റെ ഇടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എസ്തപ്പാനും ഭാർഗവിയൊക്കെ ആണെങ്കിലും അതിന് കാരണക്കാരനായവൻ ത്യാഗരാജനാണ്, അതുകൊണ്ട് ആ ഒരു കടപ്പാടും നന്ദിയും അവനോട് വേണം. തളർന്നിരുന്ന എന്നെ ആ തളർച്ചയിൽ നിന്നും ഉയർത്തിയത് അവനാ, ശത്രുക്കൾക്ക് നേരെ നിന്ന് പൊരുതണം എന്നുള്ളത് പഠിപ്പിച്ചതും അവനാണ്, ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അയാൾക്കെതിരെ തിരിച്ചടിക്കണം എന്നുള്ള ഇതും എനിക്ക് മനസ്സിലാക്കി തന്നത് ത്യാഗരാജന, ഭാർഗവിയോട് വരാൻ പറ, ഞങ്ങൾ പോവുക എന്ന് പറയുമ്പം എസ്തപ്പാൻ ശരി മേഡം പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
ദേവികയും നന്ദനും മാധവനെയും കൊണ്ട് ഒരു ഓട്ടോയിൽ വീട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ്. മാധവൻ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും രാധിക കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പം മാധവൻ പറയുന്നുണ്ട്, പേടിക്കണ്ട രാധിക, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരിക അച്ചാന്നും വിളിച്ച് വരുമ്പം ശാരികയോടും പറയുന്നുണ്ട്, മോള് കരയല്ലേ, വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോലീസ് എന്നെ വെറുതെ വിട്ടു എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, അമ്മേ പോലീസിനൊരു തെറ്റിദ്ധാരണ പറ്റിയതാണ്, ത്യാഗരാജന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാധിക ഭയങ്കര ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ പോലീസ് എന്തിനാ, സാധുക്കളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടാനാണോ പോലീസ് എന്ന് പറഞ്ഞ് രാധിക കരയുമ്പം ദേവിക സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദൻ പറയുന്നുണ്ട്, പോലീസുകാർക്ക് ത്യാഗരാജൻ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന്. അപ്പോൾ അത് കേട്ട് പോലീസുകാർക്ക് എന്നെ അത്ഭുതമായിപ്പോയി, അതുകൊണ്ടാണ് ദേവിയുടെ അച്ഛനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ അവർ ദേവിയുടെ അച്ഛനെ മനഃപൂർവ്വം അവിടെ തന്നെ നിർത്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവിക ഇങ്ങനെ സംശയത്തോടു കൂടി പറയുന്നുണ്ട്, ഇന്നലെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ സമാധാനമായിട്ടിരിക്കുക, ഇന്നത്തോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോലീസുകാർ അച്ഛനെ വിട്ടയക്കുകയും ചെയ്തു. അമ്മ ഇതിലെന്തോ അത്ഭുതം പ്രവർത്തിച്ചതുപോലെയാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗിരീഷിനെയാണ്. ഗിരീഷിനോട് രജനി പറയുന്നുണ്ട്, ദേവികയുടെ വീടിൻ്റെ മുമ്പിൽ വണ്ടി കണ്ടു എന്നും പറഞ്ഞ് ദേവികയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് പെട്ടെന്ന് തന്നെ അയാളെ പറഞ്ഞു വിടണമെങ്കിൽ അതിലെന്തെങ്കിലും അത്ഭുതം നടന്നിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ദേവികയുടെ അച്ഛൻ വീട്ടിലെത്തിയല്ലോ, സമാധാനമായി എന്ന് പറയുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ അവിടെ പ്രഭാവതി വന്നിറങ്ങുന്നുണ്ട്. ഈ ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.